ഒരു നിമിഷം നമുക്ക് ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ നത്തംകുനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഇടപെടൽ ഉണ്ടാവുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. 109 വീടുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മുടെ തെരച്ചിൽ നമ്മൾ കണ്ടെത്തിയതാണ്. ഒരു പ്രേക്ഷകൻ വിളിച്ചു പറയുന്നതനുസരിച്ച് നമ്മൾ അവിടെ പോയി കണ്ടപ്പോഴാണ് ആ വീടുകൾ ഉപയോഗിക്കാം എന്ന് നമുക്ക് തോന്നിയത്. പക്ഷേ അന്വേഷിച്ചെത്തിയപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. ഇനി ആ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിക്കുന്നു. MLA നമുക്കൊപ്പം ചേരുന്നു, ശ്രീ ടി സിദ്ദീഖ്. നമസ്കാരം ടി സിദ്ദീഖ്, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓട്ടോ ഒന്ന് ഒരു വിശ്രമമായോ? അല്പമെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, വിശ്രമമായിട്ടില്ല. ഇന്ന് നമ്മൾ മാസ് റിക്കവറി പ്രോസസ്, ഒരു സെർച്ചിങ്, മാസ് സെർച്ചിങ് എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്. അതെ, 2 ദിവസം മുമ്പ് മന്ത്രിതല ഉപസമിതിയുമായി ഇടയ്ക്ക് ഞാനും IC ബാലകൃഷ്ണൻ MLA ഞങ്ങളെല്ലാവരും ഇരിക്കാറുണ്ട്. അപ്പോഴാണ് ഈ ക്യാമ്പുകളിലും അതുപോലെ ബന്ധുവീടുകളിൽ നിൽക്കുന്ന ആളുകളെടുത്ത് പോകുമ്പോൾ അവരുടെ സാന്നിധ്യത്തിലുള്ള ഒരു സെർച്ചിങ് വേണം എന്ന് ആവശ്യപ്പെടുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, അവർക്കറിയാം അവരുടെ വീട് നിന്നിരുന്ന സ്ഥലം, ആ വീട് തകർന്നത്, ആ വീട്ടിൽ ആളുകൾ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഒഴുകിപ്പോയതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ഏകദേശ രൂപമുണ്ട്. അവരുടെ സാന്നിധ്യത്തിലുള്ള ഒരു സെർച്ചിങ് വേണമെന്നുള്ള ഒരു ഡിമാൻഡ് ഞങ്ങൾ ഉന്നയിച്ചു. അത് ആക്സെപ്റ്റ് ചെയ്തു. അതിനടിസ്ഥാനത്തിലുള്ള ഒരു വലിയ സെർച്ചിങ് സിസ്റ്റം മൂവ് ചെയ്ത് തുടങ്ങി. ഇന്നുള്ളൊരു പരിമിതി, പ്രധാനമന്ത്രിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉച്ചയോടുകൂടി ഇത് SPGക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. ഈ ഏരിയ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഇവിടെ വരുന്നതുകൊണ്ട് സ്വാഭാവികമായും അത് അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ഉൾപ്പെടെ, ഞാൻ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു, ഞായറാഴ്ച ഉൾപ്പെടെ ഇത് ഈ സെർച്ചിങ് തുടരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ഞായറും തിങ്കളും ഒക്കെ ആയിട്ട് തുടരാനുള്ള നടപടികൾ സ്വീകരിച്ച്. നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഞാനിപ്പോൾ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സംസാരിച്ചതേ ഉള്ളൂ. വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലെ മറ്റൊരു മാതൃക കൂടിയാണ് ഈ കൺസൾട്ടേറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. അവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് നല്ല കാര്യം. ഞാൻ ഇനി നത്തംകുനിയിലേക്ക് വളരെ വേഗം എത്താം. എനിക്കറിയാം അങ്ങേക്ക് ഇന്ന് തിരക്കുണ്ടെന്നറിയാം. ഈ നത്തംകുനിയിലെ വിഷയം ഞങ്ങൾ ഇന്നലെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചു. താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയാം. 139 വീടുകളുണ്ട്. അതിൽ 30 വീടുകളിലെ ആളുകളുള്ളൂ. പക്ഷേ അവിടെ അടിസ്ഥാന പ്രശ്നം ആദിവാസി സെറ്റിൽമെൻറ്റ് മേഖലയാണ്. അവിടെ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതവിടെ വെള്ളം എത്തിച്ചാൽ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന 109 വീടുകൾ നമുക്ക് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ഒരു നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ശ്രീ ടി സിദ്ദീഖ്? തീർച്ചയായും. ഒന്ന്, ഈ തരൂർക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പുനരധിവാസ പ്രക്രിയ നടക്കുന്നത്. ഞങ്ങളതിൻ്റെ പല മീറ്റിങ്ങുകൾ നടത്തി. ഇനി ആകെ പ്രശ്നം ബാക്കിയുള്ളത്, 1 റോഡിൻ്റെ ഇഷ്യൂ, 2 KSEB ഇഷ്യൂ, 3 കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. 3 പ്രധാന പ്രശ്നമാണ് തരൂർക്കുന്ന് കോളനിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ കോളനികളിലുള്ള ലാൻഡ്ലെസ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതായിരിക്കുന്ന വീടാണ്. ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി അവിടത്തേക്ക് വാട്ടർ കണക്ഷൻ എത്തിക്കാനും അവിടത്തേക്ക് KSEB കണക്ഷൻ എത്തിക്കാനും എമർജൻസി ആയിട്ട് റോഡിൻ്റെ ക്രമീകരണം എത്തിക്കാനും സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയും 109-ലധികം കുടുംബങ്ങളെ കൃത്യതയോടുകൂടി താമസിപ്പിക്കാനുള്ള ഒരു നല്ല സൗകര്യമായി അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അത് ഗവൺമെൻറ് മുമ്പിൽ ഓൾറെഡി നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ TV അതിന് പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുത്ത് തന്നെ അത് പറഞ്ഞു. ആ താല്പര്യത്തെയും പ്രത്യേകം വിലമതിക്കുന്നു. എമർജൻസി ഇപ്പോൾ ഈ നമ്മൾ സർക്കാരിൻ്റെ കണ്ടെത്തിയ ഗസ്റ്റ് ഹൗസുകൾ, ക്വാർട്ടേഴ്സുകൾ, ബിൽഡിങ്ങുകൾ, അതിലൊക്കെ KSEB കണക്ഷൻ്റെ ചിലത് ആവശ്യമുണ്ട്, ചിലത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ആവശ്യമുണ്ട്, ചിലത് റിപ്പയർ ആവശ്യമുണ്ട്. അതുപോലെയുള്ള ഒരു ചെറിയ പ്രോസസ്സ് ഇവിടെയും ചെയ്താൽ ഇത് പൂർത്തീകരിച്ചെടുക്കാൻ സാധിക്കും. അതിനുള്ള നടപടികളിലേക്ക് കടന്നാൽ വലിയൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും അത് MLA ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഈ സർക്കാർ മെഷീനറി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ അതൊന്ന് സാവധാനത്തിലാവും. അതുകൊണ്ടാണ് 1 വർഷം അവിടെ വെള്ളത്തിനും കറണ്ടിനും ഒക്കെ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുപോട്ടെ, നമുക്ക് തൽക്കാലം വിമർശിക്കുന്നൊരു സാഹചര്യം ഇവിടെ തൽക്കാലം വേണ്ട. അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും മുന്നോട്ട് പോകട്ടെ. MLAയുടെ ഒരു കണ്ണവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഓക്കെ, ടി സിദ്ദീഖ്, ഒരിക്കൽ കൂടി ഞാൻ ടി സിദ്ദീഖും IC ബാലകൃഷ്ണനും ഒക്കെ ഈ ഫീൽഡിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ അഭിനന്ദിക്കുക കൂടിയാണ്. കാരണം പ്രേക്ഷകരൊക്കെ അത് കാണുന്നുണ്ട്. നമുക്കതൊക്കെ പിന്നീട് ഇതൊക്കെ ഒഴിഞ്ഞിട്ട് ഒരു ദിവസം സംസാരിക്കാം. നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ പ്രേക്ഷകരെ അറിയിക്കാം. ഇതൊക്കെ ഒന്ന് ഒഴിയട്ടെ. എനിക്കൊന്ന് ഇപ്പോൾ സിദ്ദീഖും പോകുന്നുണ്ട് ഈ തെരച്ചിലല്ലേ?
ഞങ്ങളിപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ ഇപ്പുറത്താണ് കടന്നിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് തെരച്ചിൽ പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ച് ടീം ബിൽഡിംഗ് നടത്തി ഇത് ക്രമീകരിച്ച് വിടുന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു ടി സിദ്ദീഖ്. താങ്ക് യു. ടി സിദ്ദീഖിൻ്റെയും ശ്രദ്ധ അവിടെ പതിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാവും. മന്ത്രി ഇതിനകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ ഉഷാറായി പോകാൻ പോകുന്നു. KSEB വരും, അവിടെ വൈദ്യുതി വരും, ഇനി വെള്ളവും വരും, റോഡും വരും. എന്നാലും ഒരു വർഷം എടുത്ത് വെള്ളം കൊടുക്കാനും റോഡ് കെട്ടാനും വൈദ്യുതി കെട്ടാനും എന്നുള്ളതേ പോട്ടെ, നമുക്കത് പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം.